ഇറാനും റഷ്യയും തമ്മിൽ പുതിയ ആയുധ ഉടമ്പടി ഉണ്ടാക്കാൻ ധാരണയായി. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ആഴ്ച വിദേശകാര്യമന്ത്രിമാർ മോസ്കോയിൽ ഒത്തുകൂടും എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ കരാർ വ്യവസ്ഥ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട് എന്നും അടുത്ത ഘട്ടത്തിലായിട്ട് പുതിയൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാനാണ് ധാരണ എന്നുമാണ് റഷ്യയുടെ പത്രങ്ങളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനും റഷ്യയും തമ്മിൽ വലിയ സൗഹൃദ രാജ്യമാണ്, വലിയ നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്, സുഹൃത്ത് രാജ്യമാണ്. യുദ്ധത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സഹായങ്ങൾ നൽകാറുണ്ട്. ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറാൻ്റെയും റഷ്യയുടെയും ബന്ധം കൂടുതൽ ദൃഢമായത്. പരമാവധി ആയുധങ്ങളെല്ലാം, പ്രത്യേകിച്ച് മിസൈൽ ആയുധങ്ങളെല്ലാം നൽകിയത് ഇറാനാണ് എന്നുള്ളത് പല ഘട്ടങ്ങളിലും ഉക്രൈൻ അമേരിക്കയോട് പറഞ്ഞ പരാതിയുടെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഇറാനെ നിയന്ത്രിക്കണമെന്നും തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമിക്കുന്നതിൽ ഇറാൻ്റെ നിർമ്മിതമായിരിക്കുന്ന മിസൈലുകളിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അത് യാഥാർത്ഥ്യവുമാണ്. അത് ഏറെക്കുറെ സൗഹൃദം എന്ന നിലക്ക് രാജ്യത്തെ സഹായിക്കുക എന്നുള്ളത് തങ്ങളുടെ അവകാശമാണ് എന്നാണ് ഇറാൻ അതിന് പരോക്ഷമായി നൽകിയിരിക്കുന്ന മറുപടി. ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഗസ ഇസ്രായേൽ വിഷയങ്ങൾ അവസാനിച്ചിട്ടുണ്ടെങ്കിലും അത് സ്ഥിരമായിരിക്കുന്ന ഒരു അവസാനമാണ് എന്ന് ഇറാൻ മനസ്സിലാക്കുന്നില്ല. ഇറാൻ എപ്പോഴും ശത്രുപക്ഷത്താണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും രീതി നോക്കുന്ന സമയത്ത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും കനത്ത രീതിയിലുള്ള ആയുധ ശേഖരം ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വ്യത്യസ്തമായിരിക്കുന്ന 4 രാജ്യങ്ങളിൽ ആയുധ ഫാക്ടറികൾ ഉണ്ട് എന്നാണ് അനുമാനം. അതിലൊന്ന് റഷ്യയാണ് എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ മറ്റ് 3 രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. റഷ്യക്ക് ഇറാൻ്റെ അകത്തും ആയുധ ഫാക്ടറികൾ ഉണ്ട് എന്ന് അനുമാനിക്കുന്നു. അത്തരം റിപ്പോർട്ട് ഇതിനു മുൻപ് പുറത്തു വന്നതാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഇറാന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ നേരിട്ട് ആക്രമിക്കൽ അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണെങ്കിലും ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലത്തിന് ക്ഷയം പറ്റുക എന്നുള്ളത് നിർബന്ധമായ രീതിയിലും ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ഏത് കാലത്താണോ ഇറാനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കുന്നത് അന്ന് മാത്രമേ ഇസ്രായേൽ സുരക്ഷിതമാകൂ എന്ന് ഇസ്രായേൽ സർക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പറയും. പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, തലച്ചോർ ഇറാനിലാണ്, ശരീരം മാത്രമാണ് ഗസയിലുള്ളത്. മറ്റ് വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ ലെബനാനാണെങ്കിലും യമനാണെങ്കിലും സിറിയ ആണെങ്കിലും ഒക്കെ, സിറിയ പിന്നെ ഏറെക്കുറെ ഭരണം അട്ടിമറിഞ്ഞതോട് കൂടിയിട്ട് പിന്നെ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള ഭീഷണികളൊന്നും ഇസ്രായേലിന് നേരെ ഉണ്ടാവാറില്ല. മറ്റ് 3 രാജ്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഇറാനാണ് അവർക്ക് ആയുധം നൽകുന്നത്, പണം നൽകുന്നത്, സൗകര്യം നൽകുന്നത്, ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാ പ്രവർത്തനവും അവരുടെ ഭാഗമാണ്. അപ്പോൾ ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്ന ബന്ദികളുടെ സംരക്ഷണം അത് ഇന്നും വലിയ ചർച്ചയാണ് ലോകാടിസ്ഥാനത്തിൽ. എങ്ങനെ ഗസക്കകത്ത് അവർക്കത് സാധിക്കുന്നു? പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഉണ്ടായിട്ട് പോലും ഈ പറയപ്പെട്ട 20 ബന്ദികളെ 2 വർഷത്തോളം ജീവനോട് കൂടി ഭക്ഷണം കൊടുത്തും മരുന്ന് കൊടുത്തും മറ്റ് സൗകര്യങ്ങൾ കൊടുത്തും നിലനിർത്താൻ 300 ചില്ലാനം ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കപ്പെട്ട ഒരു ദേശത്ത് ഇവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാതിരിക്കെ എങ്ങനെ സംരക്ഷിച്ചു എന്നുള്ളത് ലോകാത്ഭുതമായിട്ട് തന്നെ വിലയിരുത്തുകയാണ്. ഏത് തരത്തിലാണ് ഗസയുടെ എല്ലാ അതിരുകളും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായിരിക്കെ എങ്ങനെയാണ് ഇങ്ങോട്ട് ഭക്ഷണവുമായിട്ട് എത്താൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് അവരെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ മാത്രമല്ല, ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും വലിയ രീതിയിലുള്ള ആശങ്ക യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഇപ്പോഴും ഉണ്ട്. അവരുടെ കൈവശത്തിൽ ഇപ്പോഴും എടുക്കാത്ത ആയുധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നതാണ്. യുദ്ധത്തോടനുബന്ധിച്ച് ഒരു അറബ് പത്രം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് 10 വർഷമെങ്കിലും യുദ്ധം ചെയ്യാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിയതിന് ശേഷമാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നുള്ളതാണ്. കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളെല്ലാം ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നുള്ളതും അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ മൗനം പാലിക്കും എന്നുള്ളതും അവരുടെ കയ്യിൽ നിന്ന് സൈനികപരമായ രീതിയിൽ എന്തെങ്കിലും സഹായം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുണ്ടാവില്ല എന്ന തരത്തിൽ അവരെല്ലാവരും ഈ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സംഭരണവും അവരുടെ ആയുധ സംഭരണ സെല്ലുകളെല്ലാം പൂർണ്ണമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അവർ ആയുധങ്ങൾ ശേഖരിക്കുന്നതിനേക്കാണ് ഏറ്റവും വലിയ അവരുടെ പ്രത്യേകതയായിട്ട് കാണുന്നത് ശേഖരിക്കപ്പെട്ട ആയുധങ്ങൾ സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലേക്ക് വെക്കാനുള്ള അവരുടെ കഴിവാണ്. അതാണ് ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പറയുന്ന സമയത്ത് ഗസയുടെ എല്ലാ ഭാഗങ്ങളിലും ഖാൻ യൂണിസ് ആണെങ്കിലും തെക്ക് വടക്കൻ മേഖലയാണെങ്കിലും മധ്യ ഗസയാണെങ്കിലും എല്ലാം ഇടിച്ച് നിരത്തി പൂർണ്ണമായിരിക്കുന്ന നാശമുണ്ടാക്കിയതിന് ശേഷം അവർ വലിയ പരിശോധന നടത്തിയിട്ടുണ്ട്.
എന്നിട്ട് പോലും യഥാർത്ഥത്തിൽ എന്തായിട്ടില്ല, അവർക്ക് ഈ പറയപ്പെട്ട ഏതെങ്കിലും ലക്ഷ്യം നേടാനോ എവിടെയെങ്കിലും എത്തിക്കാനോ സാധിക്കാത്തതിൻ്റെ പ്രയാസം ഇപ്പോഴും ഇസ്രായേൽ അനുഭവിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്ന വിഷയങ്ങൾ ഇതാണ്. ആയുധങ്ങളുടെ ശേഖരങ്ങൾ നടത്തുകയാണ്. നടത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നു. അത് ഗസയുടെ ഭാഗത്ത്. ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇനിയൊരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാര്യവും പറയുന്നത് ഇപ്പോൾ തന്നെ സാമ്പത്തിക ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമൊന്നുമില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സാമ്പത്തിക ഉപരോധം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകാൻ സ്വാഭാവികമാണ്. ഇത്രയും കാലമുണ്ട്, പതിറ്റാണ്ടുകളോളം സാമ്പത്തിക ഉപരോധം അനുഭവിച്ച ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൽക്കാലം വെച്ചിട്ടൊരു സാമ്പത്തിക ഉപരോധം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ഈ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഉപരോധം ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ ഞെരുക്കുന്ന ഒരു പ്രവൃത്തി എല്ലാ കാലത്തും അമേരിക്ക ചെയ്യാറുള്ളത്. ഇറാഖിൽ അങ്ങനെയായിരുന്നു. ഇറാഖിൽ അത് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി, പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് വൈമാനിക ഉപരോധം ഏർപ്പെടുത്തി. ഇറാഖിൻ്റെ 60% ഭാഗങ്ങളിലും വിമാനം ഉയർന്നു പൊന്താൻ സാധിക്കാത്ത വിധമുള്ള സംവിധാനം ഉണ്ടാക്കി. അങ്ങനത്തെ പല വിഷയങ്ങളും അവർ ചെയ്യാറുണ്ട്. അങ്ങനെ രാജ്യത്തെ ഞെരുക്കിക്കൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ളത്. അതൊക്കെ അതിജീവിച്ച ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ്. ഇപ്പോൾ അവർ റഷ്യയുമായിട്ട് പുതിയ ഉടമ്പടി കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കുന്നു. അത് ഏതൊക്കെ ആയുധങ്ങളാണ്, ഏതൊക്കെ പ്രതിരോധ സംവിധാനങ്ങളാണ് ഈ കരാർ വ്യവസ്ഥയിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വ്യവസ്ഥ ഉണ്ടാക്കിയതോടനുബന്ധിച്ച് തന്നെ പരമാവധി ആയുധങ്ങളൊക്കെ റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അതിന് സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇതിനെ സംരക്ഷിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധം ഗസയിൽ നടക്കുന്ന സമയത്തെല്ലാം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആയുധങ്ങൾ വാരിക്കൂട്ടുകയും അതിൽ ശേഖരിക്കുകയും ആ ശേഖരിക്കപ്പെട്ട ആയുധങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നതാണ്. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാഖ് യുദ്ധം അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മാതൃകയാണ്, ഒരു പാഠമാണ്. അതിൻ്റെ കാര്യം അവർ പറയുന്നത് അമേരിക്ക ലക്ഷ്യം വെച്ചത് സൈനികരെ വെടിവെച്ച് കൊല്ലാനല്ല, പകരം അവരുടെ ആയുധ ശേഖരം കണ്ടെത്തി അത് നശിപ്പിക്കാനാണ്. അതിൽ അമേരിക്ക വിജയിച്ചിട്ടുണ്ട്. അവിടെയാണ് ആദ്യത്തെ പൊട്ട് വരുന്നത്. ആയുധം ശേഖരിക്കപ്പെട്ട 4ഓളം ഇറാഖിൻ്റെ ബാഗ്ദാദ് പ്രദേശത്തും ബസറ പ്രദേശത്തുമൊക്കെയുള്ള ഗോഡൗണുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഏകദേശം 10 കൊല്ലത്തോളം ഇവർക്ക് ഈ സൈനികർക്ക് ഭക്ഷണത്തിന് ശേഖരിക്കപ്പെട്ട ധാന്യങ്ങളുള്ള ഗോഡൗൺ തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. ചില റിപ്പോർട്ടിനകത്ത് 2 വർഷം എന്ന് പറയുന്നത്, ചില റിപ്പോർട്ടിനകത്ത് 10 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ അങ്ങനെ കേടുവരാതെ സൂക്ഷിക്കാനുള്ള വലിയ സംവിധാന കാര്യങ്ങൾ സാധാരണഗതിയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സൈനികരും രാജ്യമൊക്കെ ഒരുക്കാറുണ്ട്. ഇത് കണ്ടെത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചു. അങ്ങനെ അത് നശിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നീട് ആയുധ ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. ശേഖരിക്കപ്പെട്ട ആയുധ ഫാക്ടറികളുടെ രഹസ്യങ്ങൾ ചോർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നശിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി. ഇതിലൊക്കെ അമേരിക്ക വിജയിച്ചതോടുകൂടി തന്നെ അവർക്ക് ആയുധങ്ങൾ നൽകാൻ സംവിധാനങ്ങളില്ലാതായി, അല്ലെങ്കിൽ ആയുധങ്ങളുടെ കുറവ് വന്ന ആയുധങ്ങളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഇറാഖ് പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ പ്രയാസം അനുഭവിച്ചു. പിന്നീടാണ് നേതൃത്വ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന മന്ത്രിമാരെയും സൈനിക കമാൻഡർമാരെയും അവർ പൊക്കിയിട്ട് ഇവിടെ ന്യൂയോർക്കിൽ അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അതിലുള്ള സംവിധാനങ്ങൾ പാരച്യൂട്ട് മുഖാന്തരം സംരക്ഷിക്കപ്പെട്ടു എന്നൊക്കെയാണ് അന്നത്തെ റിപ്പോർട്ടൊക്കെ കാണുന്നത്. അപ്പോൾ പാരച്യൂട്ട് മുഖാന്തരം എന്തൊരു ചെയ്തു, ഇവരെ ഉയർത്തിക്കൊണ്ടുപോയി. അപ്പോൾ അവരെ സുരക്ഷിത മേഖലയിലേക്കൊക്കെ അങ്ങനെ ആ സമയത്ത് ഇവിടെ എന്തായി, നേതൃത്വം നൽകാൻ സൈനിക കമാൻഡർമാർ ഇല്ലാത്തൊരു പ്രയാസം അവർ അനുഭവിച്ചു. അത് വലിയൊരു പ്രയാസമായിട്ട് തന്നെ അവർക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നേതൃത്വ നിരയിൽ ആളില്ല, സൈനിക കമാൻഡർമാരില്ലാതെ ഒന്നും ഈ ആയുധ രംഗത്ത് വിതരണം ചെയ്യാൻ ആളില്ലാതെ വരുന്നു.